ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടൊന്ന് ഭംഗിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അതിനായി ഒരുപാട് പൈസ ചിലവാക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ മീഷോയിൽ നിന്നും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് വാങ്ങി നോക്കിയിട്ടുണ്ട്. നമ്മുടെ കാശ് വെറുതെ കളഞ്ഞ് ഇതെല്ലാം വാങ്ങണോ, അല്ലെങ്കിൽ വാങ്ങിയ സാധനങ്ങൾ വെർത്താണോ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെ അലങ്കരിച്ച് വെക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായും കാണണേ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു കാർപ്പറ്റാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രാസ് ടൈപ്പ് ഒരു കാർപ്പറ്റാണ്. പക്ഷേ ഇത് ക്വാളിറ്റി വൈസ് സൂപ്പറാണ്. ഞാൻ മീഷോ ഗോൾഡ് എന്ന ഓപ്ഷനിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റേറ്റ് വന്നിട്ട് 461 രൂപയാണ്. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഞാൻ നന്നായിട്ട് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇത് പറിച്ച് നോക്കി, എന്നിട്ട് പോലും അതങ്ങനെ ഇളകി വരുന്നോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് പറ്റിയത് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലെങ്ത്ത് നോക്കി വാങ്ങുക. ഇത് 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. അത്ര സൂപ്പർ പ്രോഡക്റ്റാണ്. അടുത്തതായത് ഈ ഒരു ഡൈനിങ് ടേബിൾ കവറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 266 രൂപയാണ്. പ്രീമിയം PVC ഡൈനിങ് ടേബിൾ കവറാണിത്. ഓവൽ ഷേപ്പാണ്. അതായത് ഞങ്ങളുടെ ടേബിൾ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിലുള്ള കവറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. അത്രയും നല്ല മെറ്റീരിയൽ ആയിരുന്നു. അതായത് പെട്ടെന്ന് കീറിപ്പോകുന്ന ഒരു ടൈപ്പല്ല. പിന്നെ താഴെ ഇതുപോലത്തെ ചെറിയൊരു ഡിസൈനും ഉണ്ടായിരുന്നു. അടുത്തതായത് ഈ ഒരു ബാത്റൂം മാറ്റാണ്. ഇതൊരു കോംബോ പാക്ക് ആയിരുന്നു. 2 എണ്ണം 120 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മീഷോയിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് തുണിയാണ്, പക്ഷേ കുറച്ച് സ്ലിപ്പറിയാണ്. ബാത്റൂം മാറ്റായിട്ട് ഉപയോഗിക്കാൻ സേഫ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതും 2 എണ്ണം ഉള്ള കോംബോ പാക്ക് ആയിരുന്നു. റേറ്റ് വന്നിട്ട് 170 രൂപയായിരുന്നു. ഇത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാരണം ഒട്ടും സ്ലിപ്പറി അല്ല. നമുക്ക് ബാത്റൂം മാറ്റായിട്ടൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ലോട്ടസിൻ്റെ വാൾ സ്റ്റിക്കർ റേറ്റ് വന്നിട്ട് 109 രൂപയായിരുന്നു. ഇതെല്ലാം വാട്ടർ പ്രൂഫാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ചുമരിൽ വരച്ച് വെച്ചിരിക്കും പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു മടക്ക് പോലെയൊക്കെ വരാൻ അത് ഏറെ കയറിയിട്ട് വരുന്നതാണ്. പിന്നെ ഈ മയിലിൻ്റെ വാൾ സ്റ്റിക്കറും 89 രൂപയായിരുന്നു റേറ്റ്. ഈ താമരയുടെ വാൾ സ്റ്റിക്കറും 57 ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒട്ടിക്കുന്ന വാൾ സ്റ്റിക്കേഴ്സാണ്. ഇതെല്ലാം ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. ഈ കോംബോയൊക്കെ എല്ലാം കൂടി ഒരു 150 അതിനകത്തൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിന് പുതിയൊരു ലുക്ക് തന്നെ ഈ വാൾ സ്റ്റിക്കേഴ്സ് കൊടുക്കും. റേറ്റും ഭയങ്കര അഫോർഡബിൾ ആണ്, ക്വാളിറ്റിയും നല്ലതാണ്. പിന്നെ ഈ വാൾ പെയിൻറ്റിംഗ് ഒക്കെ റേറ്റ് വന്നിട്ട് 104, 100 അങ്ങനത്തെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ വാൾ പെയിൻറ്റിംഗ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസി ഫീൽ തന്നെ കിട്ടും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഇതൊക്കെ. ഞാൻ ഒരിക്കലും മീഷോയിൽ നിന്ന് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിലേക്ക് ഹോം ഡെക്കർ ഐറ്റംസ് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇത് മാത്രമല്ല, ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് മീഷോയിൽ അവൈലബിൾ ആണ്. പക്ഷേ ക്വാളിറ്റി നമുക്ക് മീഷോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലോ ക്വാളിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ അടുത്തത് ഈ ചൈനീസ് ലക്കി കാറ്റും മീഷോ വഴി വാങ്ങിയതായിരുന്നു. മീഷോ ഗോൾഡ് വഴിയാണ് വാങ്ങിയത്. മീഷോ ഗോൾഡ് എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ഒരു ആപ്പല്ല. മീഷോയിൽ തന്നെ അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കാണിക്കും ഇങ്ങനെ ഗോൾഡ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ചുകൂടി ക്വാളിറ്റിയും കുറച്ച് റേറ്റും ഉള്ള സാധനങ്ങളായിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 475 രൂപയാണ്. പക്ഷേ ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു വാൾ സ്റ്റിക്കറും 80 രൂപയായിരുന്നു. വീടിനൊരു പുതിയ ലുക്ക് കൊടുക്കാൻ വലിയ രീതിയിൽ ഷോപ്പിംഗ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും മതിയാവും. അടുത്തതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 146 രൂപയായിരുന്നു. ആ റേറ്റിന് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉൾവശം ഇതുപോലത്തെ ക്ലേ വെച്ചിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഇത്. ലുക്ക് വൈസ് ആണെങ്കിലും ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. കാരണം വേറെ ഒരു രീതിയിലുള്ള ഡാമേജും ഈ ഒരു പ്രൊഡക്റ്റിന് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോഡക്ട്സ് മതിയാവും നമ്മുടെ വീട് അടിപൊളിയാക്കാനും. പിന്നെ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. 4 എണ്ണം വരുന്ന ഒരു കോംബോ പാക്കാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 142 രൂപയാണ്. ആ പൈസയ്ക്കൊക്കെ ഒരുപാട് വർത്താണ് ഈ പ്രൊഡക്ട്സ്. പിന്നെ ഇതിൻ്റെ ഉൾവശം സ്പോഞ്ച് കൊണ്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറച്ച് കുറവാണ്. നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ തട്ടിയാൽ താഴെ വീഴും. എന്നാലും ക്വാളിറ്റി തീരെ മോശമല്ല. പ്ലാസ്റ്റിക് ഈ ഇലകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം തന്നെ വാട്ടർ പ്രൂഫും ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ആണ്. ഇതൊക്കെ വാങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ വീട്ടിൻ്റെ ചെറിയൊരു കോർണർ പോലും ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ട് അടിപൊളിയാക്കാൻ പറ്റുമെന്നതാണ്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാനും വീട്ടിൽ വെക്കാനും ഒക്കെ. എന്നാൽ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ കോർണറിനും ഇതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്തുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്പേസ് ആയിട്ട് അത് മാറും. ശരിക്കും മീഷോയിൽ നിന്ന് ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും അഫോർഡബിൾ റേറ്റിൽ വാങ്ങിയപ്പോൾ.
അടുത്തതായി വരുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് 8 എണ്ണം വരുന്ന ഒരു കോംബോയാണ്. റേറ്റ് വന്നിട്ട് 146 രൂപയാണ്. ആ റേറ്റിന് എന്തുകൊണ്ടും ഭയങ്കര വർത്താണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പോഞ്ചോ ക്ലേയോ ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തറയിൽ വീണ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് അങ്ങനെ വീണ് പോകുന്നത് നമ്മുടെ കൈ തട്ടുമോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള കാറ്റടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ തറയിൽ വീണ് പോകുന്ന അങ്ങനെയില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മുടെ വീടിന് ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ചെറിയ ഡെക്കോർ ഐറ്റംസ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ മനസ്സിനും അതൊരു ഫ്രഷ് ഫീലാണ്. നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. അടുത്തതായി വാങ്ങിയ ഇത്രയും ഫ്ലവർ പോട്ട്സിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് ഈ ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ബ്രൗണും ഗ്രീനും കൂടി വരുമ്പോൾ അത് കാണാൻ നല്ല ക്ലാസി ലുക്കാണ്. ഇതും 4 എണ്ണം വരുന്ന ഒരു കോംബോ പാക്കേജാണ് കിട്ടിയത്. റേറ്റ് വന്നിട്ട് 142 രൂപയാണ്. ഇതിൻ്റെയും ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് അതിലാണ് ഈ പ്ലാന്റ് കുത്തി നിർത്തിയിട്ടുള്ളത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ വീടിനൊരു ലക്ഷറി ആൻഡ് ക്ലാസി ലുക്ക് കൊണ്ടുവരണമെങ്കിൽ മീഷോ വഴി ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ വാങ്ങിയാൽ മതിയാവും. ഡെക്കോർ ഐറ്റംസിനൊപ്പം നമ്മുടെ വീടും ഒന്ന് സുഗന്ധപൂരിതമാക്കാൻ വേണ്ടി ഞാൻ മീഷോ വഴി വാങ്ങിയ ഒരു ധൂമിൻ്റെ പാക്കറ്റാണ്. ഇതൊരു കോംബോയാണ്. ലാവൻഡർ, ജാസ്മിൻ പിന്നെ ഓത് ഇത്രയും സ്മെല്ലാണ് വരുന്നത്. പക്ഷേ ഇത് ഒരെണ്ണത്തിന് പകരം 10 എണ്ണം കത്തിച്ച് വെച്ചാൽ പോലും ഈ പറയുന്ന ഒരു മണം നമുക്ക് കിട്ടില്ല. വെറും വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് ആരും വാങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ എല്ലാം യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിനി റീഫണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആരും ഇത് വാങ്ങി വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട. പിന്നെ ഈ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത്. ഈ പോട്ട് അവർ തരുന്നതല്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു പോട്ടിൽ ഞാൻ പ്ലാന്റ് കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പ്ലാന്റ് ആണെന്നേ തോന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 സംതിങ് ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. 300 രൂപയ്ക്ക് താഴെ എന്തായാലും വരുന്നുള്ളൂ. പിന്നെ ഇത് ഹാങ് ചെയ്തിടുന്ന കുറച്ച് ഫ്ലവറിൻ്റെ സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയിൽ താഴെയാണ്. ഇത് രണ്ടും നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.